എനിക്ക് ഭയങ്കര സ്റ്റാമിന. എടാ ഒന്ന് വിശ്വസിച്ചു പോടെ തള്ളാതെ, വെറുതെ വന്നിരുന്നു. സത്യമായിട്ടും എടാ നീ ആ സ്കൂട്ടർ ഒന്നും അതിൽ എണ്ണയൊന്നുമില്ല. എടാ ഞാൻ അടിച്ചു തരാടാ. നിനക്കൊന്നും ഇത്ര അത്യാവശ്യം? എടാ ഇന്ന് മറ്റേ ലാബ് ഉള്ളതല്ലേ, ഞാൻ റെക്കോർഡ് എടുത്തില്ല. അത് ഇന്ന് ലാബ് ഇല്ലട പൊട്ട. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടീച്ചേഴ്സ് ഡേ പ്രോഗ്രാം. ആടാ ആ പൊട്ട പിയൂണ് വർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ നാടകം പാഞ്ചാലി വസ്ത്രാക്ഷേപം. എടാ അപ്പൊ ആരാ പാഞ്ചാലി? അത് നമ്മളെ സ്നേഹമിസ. അപ്പൊ ഈ വസ്ത്രാക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സൊക്കെ വലിച്ച ഊരായിരിക്കല്ലേ? ഇല്ലടാ, അതിനു മുമ്പേ കൃഷ്ണൻ വന്ന് രക്ഷിക്കൂലേ. കർത്താവേ, കൃഷ്ണൻ വരാൻ ലേറ്റ് ആകണേ. അനീതി വിഹരിക്കുന്ന ഈ സഭയിൽ മൗനിയായി നോക്കി നിൽക്കാനാണ് നമ്മുടെ യോഗം. എങ്കിലും ധർമ്മം ഒരിക്കൽ പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും. അന്റെ തോന്നിയ കോമ്പൗണ്ടിൽ നടക്കൂല. അത് പിന്നെ കഥാപാത്രമായിട്ട് മാറിയല്ലേ? എങ്ങനെ കഥാപാത്രം മഹാഭാരതത്തിൽ ഭീമൻ ഭീഷ്മരെ തല്ലുന്നത്? ഇയാള് ഭീഷ്മരല്ലേ? ഞാൻ പറയണ്ടെങ്കില് ഞാൻ ദുരാഗ്രഹിയായ ദുര്യോധനെ അച്ഛൻ്റെ അടിച്ചേ. സോറി സോറി പിടിച്ച് ഭീമനാക്കിയിട്ട്. എടോ തനിക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലേ? എടോ ഞാൻ മാഷു ഈ പിയൂണാണ്, മനസ്സിലായി. ഇതിൽ ആരൊക്കെയാ ഉള്ളത് നിന്നോട് വ്യക്തമായിട്ട് പറയാം, അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല. അയ്യോ, എന്റെ കന്നി സംവിധാന സംരംഭമാണ്, കുളവാക്കരുത്. കഞ്ഞി സംവിധാനമാണെന്നുള്ള എല്ലാരും പറയുന്നുണ്ട്. മൊത്തത്തിൽ എന്റെ കാസ്റ്റിംഗ് തന്നെ മാറിപ്പോയി. കാശിങ്ങനെ എന്താ കുഴപ്പം? എടാ ഇന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇന്നെ ബാഹുബലിയിലാക്കണ്ടേ? മഹാഭാരതത്തിൽ എവിടെയാണോ ബാഹുബലി? അപ്പൊ ബാഹുബലി മഹാഭാരതത്തിലല്ല. എടോ താൻ ഭീമനാണ്, ഭീമൻ. കണ്ടില്ലേ? ആകെ ടെൻഷൻ ആയല്ലോ. ഇനിയിപ്പോ എന്താ ടെൻഷൻ മാറാൻ എന്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. മാഷ് വന്നേ, വെറുതെ ടെൻഷനൊക്കെ അടിച്ച്. അയ്യോ, മദ്യപാനത്തിൽ ഞാൻ കന്യകനാ. ടെൻഷൻ മാറണ്ടേ? അത് വേണം. ക്ലാസ് എടുക്ക്. എവിടെ? ഇത് പൊക്ക്. ഗ്ലാസ് എടു, ഗ്ലാസ് എടു. ടെൻഷൻ ഞാൻ ഇപ്പൊ മാറ്റി തരാം. ഇടേ ട്രൈ അടിച്ചാ? അപ്പൊ ഇതാണ് ട്രൈ. ഇതെല്ലാം ട്രൈ. I am thrilled. ജയ് മഹിഷ്മതി സാമ്രാജ്യം. ഭീഷ്മ പിതാമഹ, കുരുവംശത്തിന്റെ കുലവധുവായ നമ്മെ ഇപ്രകാരം അപമാനിച്ചിട്ടും അധർമ്മം പ്രവർത്തിച്ചിട്ടും അങ്ങെന്താണ് മൗനം പാലിക്കുന്നത്? നിങ്ങൾ കട്ടപ്പലുക്കിൽ മസിലും പിടിച്ച് നിൽക്കാതെ ഓള് ചോദിക്കുന്ന മറുപടി പറയുന്നു. ഭീമസേന, ദ്രൗപു, അങ്ങും ഇതിന് കൂട്ടുനിന്നോ? എനിക്കറിയില്ല, ഈ പിയൂണിൽ ഇതൊക്കെ എഴുതിണ്ടാക്കിയ അത് സ്റ്റാൻഡേർഡെല്ലാം ഉണ്ടാവുള്ളൂ. ആര്യപുത്ര, യുധിഷ്ഠിര, അങ്ങേക്ക് ഇതെങ്ങനെ മനസ്സ് വന്നു? ദ്രൗപദി ചതിയുടെ ചൂതാട്ടത്തിൽ വികലത പ്രാപിച്ചതാ. വഞ്ചിത കുഞ്ചിതനായി പ്രിയേ. വരൂ പാഞ്ചാലി, വന്ന് നമ്മുടെ തുടയിൽ ആസനസ്ഥയായ. ദേവസേന, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് കൈവച്ചാൽ വെട്ടേണ്ടത് വിരലുകളല്ല. ഗുരുവായൂരപ്പനല്ല, ബാഹുബലിക്ക് ഭ്രാന്ത് നൽകിയതാ. കണക്കൊക്കെ പിന്നെ പറയാം. എടുത്തു ഹരിതേ പറയടി. ഹരിതേ, അതെ ഡി, അങ്ങനെ മാറി നിന്നുള്ള ഫോൺ വിളിയൊന്നും വേണ്ട. ഹരിതയാണമ്മ. ആരായാലും ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണത് സംസാരിച്ചാ മതി. അസൈൻമെന്റ് അല്ലേ? അത് നീ നാളെ നേരത്തെ വന്നാ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് എഴുതാം. നേരത്തെ വരില്ലേ? നേരത്തെ വരണോ? പിന്നെ വരണം. വരാം. ഇന്നലെ വിളിച്ചപ്പോ എന്തൊരു ചാടായിരുന്നു. ചാട മണ്ണാൻ കട്ട. നിന്നോടായിരുന്നല്ലോ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞേ. അയ്യോ, എന്തു പറ്റി? അമ്മ തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ അറിഞ്ഞ അപ്പൊ സ്പോട്ടിൽ അച്ഛൻ അറിയും. അച്ഛനെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പായില്ലേ? അയ്യടാ, അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവാന്നറിയോ? എന്നെ സ്കൂൾ മാറ്റും. അപ്പൊ ഇത് ട്രം സ്കൂളാ? വളിച്ചു കോമഡി. എനിക്ക് പറ്റുമ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. രാവിലെ തന്നെ തുടങ്ങിയല്ലേ രണ്ടാളും?
ഞാനിപ്പോ എത്തിയുള്ളൂ. എനിക്ക് പണ്ടേ അറിയായിരുന്നു നിനക്കേ ഇവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ചുമ്മാ ഞങ്ങളുടെ ചക്കന്റെ സമയം കളഞ്ഞു അല്ലേടാ. ഞാൻ പോവാ. നീ ഇതവിടെ പോവേ? എനിക്ക് റെക്കോർഡ് എടുക്കാൻ പോണം. പോലെ ഞാനുണ്ട്. ചെല്ലടാ ചെല്ല്. പ്രിയ. അവളുടെ പാവാട താങ്ക്. എടാ ചുമ്മാ അവനെ കളിയാക്കാതെ, അവൻ പാവാ. അതിനല്ലേ അവനും പറഞ്ഞേ പാവാടാന്ന്.